ഹരേ കൃഷ്ണ. മായ ബാധിക്കുന്നത് നമ്മുടെ മനസ്സിനെയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിനെ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരണം. അതിന് നാമസങ്കീർത്തനം ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ മനസ്സിന് ലയം സംഭവിച്ചു തുടങ്ങും. മനസ്സിനെ മനസ്സുകൊണ്ടേ ഹരിക്കാൻ പറ്റൂ. മനസ്സിനെ മനസ്സുകൊണ്ട് ഹരിക്കുന്നവനെയാണ് നമ്മൾ ഹരി അഥവാ ഹരൻ എന്ന് വിളിക്കുന്നത്. ആ ഭഗവാൻ. നമസ്കരിക്കുന്നതും ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ദൗർബല്യമുള്ള മനസ്സിന്റെ ഉടമസ്ഥയല്ല, ധൈര്യമുള്ള മനസ്സിന്റെ ഉടമസ്ഥനാണ്. ഒരു മനുഷ്യന്റെ മനസ്സ് എന്നിലാണോ അവനാണ് യഥാർത്ഥ യോഗി എന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്. ഇനി നമ്മുടെ മനസ്സ് ഏറ്റവും വിഷമിച്ചിട്ട് ഇനി എനിക്ക് ഒന്നും വയ്യ, നിരാശ, ആത്മഹത്യ ചെയ്താൽ മതി, ഇങ്ങനത്തെ ഒരു അവസ്ഥ, ആ തമോ ഗുണം വർദ്ധിച്ചു നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നമ്മുടെ മനസ്സിനെ പുറത്ത് കടക്കണമെങ്കിൽ നമ്മൾ സദാ നാമസങ്കീർത്തനം ചെയ്യണം. കലിയിൽ കലോ കേശവ കീർത്തനം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. ഈ കലികാലത്തിൽ നാമസങ്കീർത്തനം കൊണ്ട് മാത്രമേ നമ്മൾക്ക് മുക്തി നേടുകയുള്ളൂ. അത് അങ്ങനെ പടിപടിയായി ഉയർത്തി നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ആ ഭഗവാനെ ധ്യാനിക്കുന്ന അവസ്ഥയിലേക്ക്, ആ സത്വഗുണത്തിലേക്ക് എത്തിക്കുന്നു. നമ്മളൊക്കെ ശരിക്കും ധ്യാനിക്കുകയല്ല, വെറും ധാരണ മാത്രമാണ്. ഭഗവാന്റെ രൂപം മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ആ ധാരണയിൽ നിന്നും ആ ധ്യാനത്തിലേക്ക് മാറുമ്പോൾ നാമും ഭഗവാനും ഒന്നായിത്തീരുന്നു. ശ്രീരാമ ഭഗവാൻ എന്താണ്? ഈശ്വരനാണ് അല്ലേ? നമ്മുടെ മനസ്സാകുന്ന കുരങ്ങിന്റെ സ്വഭാവമാണ് ഹനുമാന്. അതുകൊണ്ട് തന്നെ ഹനുമാന് അമിത ബലമാണ്. പക്ഷേ ഹനുമാൻ അടങ്ങിയിരിക്കണമെങ്കിൽ, ആ ഭഗവാന്റെ കാൽക്കൽ അടങ്ങിയിരിക്കണമെങ്കിൽ വെറുതെ ഈശ്വരനെ കിട്ടില്ല. പ്രണയം ഭക്തിയാകണ സീത ഒരു വശത്തും, ശ്രദ്ധയാകണ ലക്ഷ്മണൻ മറുവശത്തും വേണം.